Hi students, welcome back to our science class. Today we will study chapter 4 of class 6 science, that is sorting materials into groups. Okay, that is your chapter 4, sorting materials into groups. We can see so many things around us. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഒരുപാട് വസ്തുക്കളെ നമ്മൾ കാണാറുണ്ട്. ഈ ഒരുപാട് വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന ഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ കാണുന്ന നിങ്ങളുടെ ബെഞ്ച്, ഡെസ്ക്, അതുപോലെ ചെയർ, ചോക്ക്, ബുക്ക്, പെൻസിൽ, ഇതെല്ലാം ഒരുപാട് വസ്തുക്കളെ നമ്മൾ കാണുന്നു. ഈ ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് പല ടൈപ്പ് മെറ്റീരിയൽസ് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോട്ട്ബുക്ക് ആണെങ്കിൽ അത് പേപ്പർ കൊണ്ടാണ്, നിങ്ങളിരിക്കുന്ന ചെയർ ആണെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ്, നിങ്ങളുടെ ബെഞ്ച് ആണെങ്കിൽ അത് വുഡ് കൊണ്ടാണ്. അങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ്. ഓക്കെ, ലെറ്റ് us learn them by one. ഓക്കെ, objects around us are made up of large variety of materials. A given materials could be used to make a large number of objects. അതായത് ഒരു മെറ്റീരിയൽ കൊണ്ട് പല ടൈപ്പ് മെറ്റീരിയൽസ്, ഒരു മെറ്റീരിയൽ കൊണ്ട് പല ടൈപ്പ് ഒബ്ജക്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് എന്താണ് ചെയർ, പിന്നെ ചെയർ ഉണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പെന്ന്, പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിക്കാറുണ്ട്, പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ലാർജ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, അല്ലേ, മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ് ആൻ ഒബ്ജക്ട്സ് കുഡ് ബി മെയ്ഡ് ഓഫ് എ സിംഗിൾ മെറ്റീരിയൽ ഓർ ഓഫ് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ ചെയർ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലെതർ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ബാഗ്, പേഴ്സ്, അതുപോലെ ബെൽറ്റ്, ഇതെല്ലാം എന്താണ് ലെതർ എന്ന് പറയുന്ന ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? ദാറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഫോർ യു. Can you see this? Table 4.1. Objects and the materials they are made of. ഒബ്ജക്ട്സ്, കുറേ ഒബ്ജക്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ അത് ഫില്ല് ചെയ്യണം. ഫസ്റ്റ് വണ് പ്ലേറ്റ് ഒരു താലി. മെറ്റീരിയൽസ് ദേ ആർ മെയ്ഡ് ഓഫ്. ഏതൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് പ്ലേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്? സ്റ്റീൽ, ഗ്ലാസ്, പ്ലാസ്റ്റിക്. അതുപോലെ പ്ലേറ്റ് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസാണ് ഈ പറഞ്ഞതൊക്കെ. അതുപോലെ പെന്നാണെങ്കിലോ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പെന്ന് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ മെറ്റലിൻ്റെ പെന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ക്യാൻ യു സീ ദിസ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ മെയ്ഡ് ഫ്രം സെയിം മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് പല ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വുഡ് കൊണ്ടാണെങ്കിൽ എന്തൊക്കെയാണ്? ചെയർ, ടേബിള്, ബുള്ളോ കാർട്ട് ആൻഡ് ഇറ്റ്സ് വീൽസ്, ഇതെല്ലാം എന്താണ് വുഡ് കൊണ്ടാണ്. വുഡെന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ പറയുന്ന എല്ലാ ഒബ്ജക്ട്സും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ പേപ്പർ ഉപയോഗിച്ചാണ് ബുക്സ്, നോട്ട്ബുക്സ്, ന്യൂസ് പേപ്പർ, ടോയ്സ്, കലണ്ടേഴ്സ്, ഇതെല്ലാം പേപ്പർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. അതായത് ഈ ഓരോ മെറ്റീരിയൽസിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? when you press different materials with your hands, some of them may be hard to compress while others can be easily compressed. അതായത് നമുക്ക് ഒരു ആ മെറ്റീരിയൽ നമുക്ക് കൈകൊണ്ട് അമർത്താൻ പറ്റും. അത്തരം മെറ്റീരിയൽസിനെ ആണെങ്കിൽ നമ്മൾ ഹാർഡ് മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു പ്രോപ്പർട്ടിയാണ്, ഈ മെറ്റീരിയൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹാർഡ് ആൻഡ് സോഫ്റ്റ്. ഓക്കെ, ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് ഡിഫിക്കൽട്ട് ടു കംപ്രസ്
ആർ കോൾഡ് ഹാർഡ് മെറ്റീരിയൽസ്. അതായത് നമുക്ക് കൈകൊണ്ട് അടിച്ചമർത്താൻ പറ്റാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഹാർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ഡിഫിക്കൽട്ട് ടു കംപ്രസ് ആർ കോൾഡ് ഹാർഡ് മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽസ് ഡിഫിക്കൽട്ട് ടു കംപ്രസ് ആർ കോൾഡ് ഹാർഡ് മെറ്റീരിയൽസ്. അപ്പോൾ സോഫ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി കംപ്രസ്ഡ് ഓർ സ്ക്രാച്ച്ഡ് ഈസിലി ആർ കോൾഡ് സോഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഹാർഡ് മെറ്റീരിയൽസിന് എക്സാമ്പിളാണ് അയൺ. Soft materials in example are cotton and sponge. This is the property of materials, hard and soft. Hard materials. What are hard materials? Materials difficult to compress are called hard materials. Example iron. Next is soft materials. Materials which can be compressed or scratched easily. അതായത് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അമർത്താൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് കോട്ടൺ, സ്പോഞ്ച്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ. ഓക്കെ, വാട്ട് ആർ സോലുബിൾ സബ്സ്റ്റൻസ്? സോലുബിൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസസ് which completely disappear in water. They are called soluble substance. നമുക്കറിയാം ഷുഗർ, സോൾട്ട്, ഇതൊക്കെ എന്താണ്? സോലുബിൾ സബ്സ്റ്റൻസ് ആണ്. വാട്ട് ആർ സോലുബിൾ സബ്സ്റ്റൻസ്? സബ്സ്റ്റൻസ് disappear or dissolved completely in water are called soluble substance. Example sugar, salt, these are the example for soluble substance. Okay, next is insoluble substance. അപ്പോൾ insoluble substance എന്ന് പറഞ്ഞാൽ എന്താ? Substance do not disappear in water are called insoluble substance. അതിന് എക്സാമ്പിളാണ് സാൻഡ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ ഒരു ഗ്ലാസ് വാട്ടർ എടുത്ത് അതിനകത്ത് ഷുഗർ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ കലക്കിയാൽ അത് ഡിസോൾവ് ആയിട്ട് പോകും. അപ്പോൾ ഇൻസോലുബിൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസോലുബിൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സാൻഡ്. നമ്മളൊരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വാട്ടർ എടുത്തിട്ട് ഈ സാൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ എന്താണ്, അത് ഡിസോൾവ് ആവുമോ? ഇല്ല. അത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ ഇൻസോലുബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ്. സോലുബിൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ഇൻ വാട്ടർ ആർ കോൾഡ് സോലുബിൾ സബ്സ്റ്റൻസ്. നെക്സ്റ്റ് ഈസ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ്. Substances do not disappear in water are called insoluble substance. Okay, there is an activity for you. Table 4.3. Mixing different solid materials in water. First one is salt. Disappears in water. നിങ്ങൾ അത് നമുക്കറിയാം സോൾട്ട് നമ്മൾ വാട്ടറിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ എന്താണ്? disappears completely in water. Next is sugar. ഷുഗർ ആണെങ്കിലും ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. സാൻഡ് ആണെങ്കിലോ സാൻഡ് ഈസ് ഡസ് നോട്ട് ഡിസപ്പിയർ, അല്ലേ? സാൻഡ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ചോക്ക് പൗഡർ ആണെങ്കിലോ ചോക്ക് പൗഡർ ഈസ് പാർഷ്യലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. പാർഷ്യലായിട്ടേ അത് സോലുബിൾ ആകത്തുള്ളൂ. കുറച്ച് തരികളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കാണും, അതിന് പറയുന്നതാണ് പാർഷ്യലി സോലുബിൾ. നെക്സ്റ്റ് ഈസ് സോഡസ്റ്റ്. Sawdust insoluble in water. Okay. പിന്നെ മെറ്റീരിയൽസിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ. ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഷൈനിങ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് ലസ്റ്റർ. അതായത് നിങ്ങൾക്കറിയാം ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ അലൂമിനിയം, കോപ്പർ, ഇതൊക്കെ എങ്ങനെയാണ്? ഇതിനൊക്കെ നല്ല തിളക്കമുണ്ട്, അല്ലേ? ഈ തിളക്കത്തിന് പറയുന്ന പേരാണ് ലസ്റ്റർ. ലസ്റ്റർ ഈസ് ദ ഷൈനിങ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, അയൺ, കോപ്പർ, അലൂമിനിയം ആൻഡ് ഗോൾഡ് ആർ എക്സാമ്പിൾസ് ഓഫ് മെറ്റൽസ്. സം മെറ്റൽസ് ഓഫൺ ലോസ് their shine and appear dull because of the action of air and moisture on them. We therefore notice the luster only on their freshly cut surface. When you visit an ironsmith or a workshop, look out for freshly cut surfaces of
metal rods to see if they have luster. അതായത് നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഈ പറഞ്ഞ മെറ്റൽസിനെല്ലാം തന്നെ എന്താണ് നല്ല അതിൻ്റെ കട്ട് പീസിന് നല്ല ഷൈനിങ് ആയിരിക്കും. അപ്പം മെറ്റീരിയൽസിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് ഈ ഷൈനിങ് പ്രോപ്പർട്ടിക്കാണ് ലസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്ട്സ് മേ ബി ഫ്ലോട്ട് ഓർ സിങ്ക് ഇൻ വാട്ടർ. നമുക്കറിയാം ചില ഒബ്ജക്ട്സ് എങ്ങനെയായിരിക്കും, ഒബ്ജക്ട്സ് ഫ്ലോട്ട് ടു ദ സർഫസ് ഓഫ് വാട്ടർ. ചിലത് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കാണാം, പൊങ്ങി കിടക്കുന്ന കാണാം. അതുപോലെ അതേഴ്സ് മേ ഹാവ് സങ്ക് ടു ദ ബോട്ടം ഓഫ് ദ വാട്ടർ. അതായത് ചില സബ്സ്റ്റൻസ് എങ്ങനെയാണ് വാട്ടറിൻ്റെ അടിയിലോട്ടങ്ങ് മുങ്ങി അങ്ങ് പോകും. ചിലത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കാണും. ഇതൊക്കെ എന്താണ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് പറയുന്നതാണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയും. നമുക്കറിയാം നമ്മുടെ വിൻഡോ ഗ്ലാസ് അല്ലേ, നിങ്ങളെങ്ങനെയാണ് ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങേ സൈഡിലുള്ള വെളിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനെന്താ പറയുന്നത്? ട്രാൻസ്പെറൻസി എന്ന് പറയും അല്ലേ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് നമ്മുടെ നേരെ പിടിച്ചിട്ട് നമ്മൾ അങ്ങേ സൈഡിലുള്ള ഓബ്ജക്ട്സിനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയും. Those substances or materials through which things can be seen are called transparent. The substances or materials through which things can be seen are called transparent. അതായത് നമ്മൾ ഏത് മെറ്റീരിയൽസിനകത്തൂടെയാണോ നമുക്ക് മറ്റുള്ള തിങ്സിനെ കാണാൻ പറ്റുന്നത് അതിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയും. എക്സാമ്പിളാണ് ഗ്ലാസ്, വാട്ടർ, എയർ ആൻഡ് സം പ്ലാസ്റ്റിക്സ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ്. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിന് എക്സാമ്പിളാണ് ഗ്ലാസ്, വാട്ടർ, എയർ, സം പ്ലാസ്റ്റിക്സ്. എല്ലാ പ്ലാസ്റ്റിക്സും വരത്തില്ല, കുറച്ച് പ്ലാസ്റ്റിക്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. സബ്സ്റ്റൻസസ് ഓർ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി സീൻ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഒപ്പേക്ക്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് ത്രൂ വിച്ച് you are not able to see. These materials are called opaque materials. Materials through which you are not able to see. These materials are called opaque. അതായത് നിങ്ങൾക്കറിയാം ചില മെറ്റീരിയൽസ് അത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലൊന്ന് പിടിച്ചിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കാർഡ്ബോർഡ്, അതുപോലെ തന്നെ വുഡൻ ബോക്സ്, ഇതൊക്കെ നമുക്ക് നേരെ പിടിച്ചിട്ട് നമ്മൾ അങ്ങേ സൈഡിലുള്ള ഒബ്ജക്ട്സിനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഒപ്പേക്ക് എന്ന് പറയുന്നത്. ഓക്കെ. മെറ്റീരിയൽസ് ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ. ദീസ് മെറ്റീരിയൽസ് ആർ കോൾഡ് ഒപ്പേക്ക്. എക്സാമ്പിൾ പറയുന്നതാണ് വുഡൻ ബോക്സ്, എ കാർഡ്ബോർഡ് curtain or a metal container. Wood, cardboard, metals are examples for opaque materials. അതായത് വുഡ്, മെറ്റൽ കണ്ടെയ്നർ, വുഡൻ ബോക്സ്, കാർഡ്ബോർഡ്, ഇതെല്ലാം ഒപ്പേക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ലൂസൻറ്റ്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞതിനകത്ത് ട്രാൻസ്പെറൻസി പറഞ്ഞു, ഒപ്പേക്ക് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ലൂസൻറ്റ്. വാട്ട് ആർ ട്രാൻസ്ലൂസൻറ്റ് properties of material? Materials through which objects can be seen. Objects can be seen but not clearly are called translucent. അതായത് ട്രാൻസ്ലൂസൻ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽസിനകത്തൂടെയാണോ നമുക്ക് കാണാൻ പറ്റുന്ന, പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, പാർഷ്യലായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, അത്തരം മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് ട്രാൻസ്ലൂസൻറ്റ്. The materials through which objects can be seen but not clearly are called translucent. Okay. അതിന് എക്സാമ്പിളാണ് ബട്ടർ പേപ്പർ. നിങ്ങൾ ബട്ടർ പേപ്പറിനകത്തൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല അല്ലേ, പാർഷ്യലായിട്ട് എന്തൊക്കെയോ കാണാൻ പറ്റും. അത്തരം ഒബ്ജക്ട്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. There is an activity for you, അതായത് covering the glass of a torch with your palm. At a dark place, switch on the torch and observe the other side of the palm.
അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നുള്ളൊരു ടോർച്ച് എടുത്തിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ പാം നല്ലതായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് ആ ടോർച്ച് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യണം. ഒബ്സർവ് ദ അതർ സൈഡ് ഓഫ് ദ പാം. എന്നിട്ട് നിങ്ങളുടെ കൈയുടെ മറുവശം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ദ ഹാൻഡ് ഈസ് ട്രാൻസ്ലൂസൻറ്റ് അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസസ് ഒക്കെ തന്നെ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജൻ ഗ്യാസാണ് അക്വാട്ടിക് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഓക്കെ. ദീസ് ആർ ദ properties of materials. First one is hard, soft. Materials difficult to compress are called hard, and materials which can be compressed or scratched easily are called soft. പിന്നെ insoluble and soluble substance. What are insoluble substance do not disappear in water are called insoluble substance. Example sand. Soluble substance എന്ന് പറഞ്ഞാൽ substances which completely disappear in water are called soluble substance. Example sugar, salt are the example for soluble substance. Next is transparent. What are transparent objects? The substance or materials through which things can be seen are called transparent. Example glass, water, air, and some plastics are examples for transparent materials, and materials through which you are not able to see are called opaque materials. Example wooden box, cardboard, metal container. These are the example for opaque materials. അതുപോലെ തന്നെയാണ് translucent. The materials through which objects can be seen but not clearly are called translucent materials. This much for today. To study well. We will meet in the next class. Thank you.